ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കാട്ടാന ആക്രമണത്തിലല്ല മരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. സീതയുടെ മുഖത്തും കഴുത്തിനും മൽപ്പിടുത്തത്തിന്റെ പാടുകൾ ഉണ്ട്. ജെയിനസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, ഭർത്താവിന്റെ പ്രതികരണം അത് പോലീസിനെയൊക്കെ തന്നെ വഴിതെറ്റിക്കാനായിരുന്നു. കാട്ടാന ആക്രമണം എന്നാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അതിപ്പോൾ പോലീസ് പൊളിക്കുന്നത്, പോലീസിന് മുന്നിൽ ഒരു പിടിവള്ളിയായി മാറുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണോ, കൊലപാതകത്തിലേക്കാണ് എന്ന് എത്തിച്ചേരുന്ന സാഹചര്യം എങ്ങനെയാണ്? ബിനുവിനെ കസ്റ്റഡിയിലെടുത്തോ? പ്രജീഷ്, ബിനുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ സീതയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ, അതായത് ഭർത്താവ്, ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് തന്റെ കള്ളം പിടികൂടിയെന്ന് ഇയാൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞയുടൻ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഏറ്റവും വഴിത്തിരിവായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് നടപടികളുമാണ്. ഇവരുടെ ശരീരത്തിൽ കണ്ട മുറിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായ പരിക്കുകളായിരുന്നില്ല ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നത്. വലതുവശത്തെ ഈ 6 ഇടതുവശത്തെ 7 വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. കൂടാതെ ഇടതുവശത്ത്, തലയുടെ ഇടതുവശത്ത് പിടിച്ച് വലതുവശം മരം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരുക്കനായിട്ടുള്ള പ്രതലത്തിലേക്ക് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ നാഭിക്ക് തൊഴിയേറ്റിട്ടുണ്ട്. ഇവരെ തള്ളി താഴെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പാറയിൽ തലയിടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മൃഗീയമായി നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഭർത്താവ് ഒരു കള്ളക്കഥ മെനയാൻ ശ്രമിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ വിജയിച്ചു എന്ന് തന്നെ വിലയിരുത്താം. കാരണം കാട്ടാനാക്രമണം തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. വനംവകുപ്പ് പോലും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരുന്നു. ഇന്ന് 5 ലക്ഷം രൂപ കൈമാറാനിരിക്കെയാണ് ഇത് സംബന്ധിച്ച് സംശയമുണ്ട് എന്ന വിവരം പോലീസ് കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണം. സീതയുടെ ഭർത്താവ് ബിനു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ആട്ടാന ആക്രമണമായിരുന്നു എന്നാണ്. ആ പറഞ്ഞ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് കേൾക്കാം. കാട്ടുപത്രിക എടുക്കാൻ വേണ്ടിയാണ് പോയത്. രാവിലെ രാവിലെ മഴയാണ് ഞങ്ങൾ പോയി. ഞങ്ങൾ ഉച്ചയൊക്കെയായപ്പോൾ ശാരൻ തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അന്ന് മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറിയുക. ഒരെണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ. താഴെയൊക്കെ മുളയൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഒന്നല്ല, അതിൽ കൂടുതൽ ആന ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പമ്പ നിന്നാൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പമ്പനാനായിരുന്നു. ജീൻ തുടരുന്നുണ്ട്. ജീൻ, ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത് ഈ പ്രതി? പിന്നീട് കൊലപാതകം ചെയ്ത രീതി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ കബളിപ്പിക്കാനായി ഈ ഒരു കള്ളക്കഥ മെനഞ്ഞത് എന്തിന്? അതൊക്കെ ഇനി അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും അതറിയേണ്ടത് തന്നെയാണ്. കാരണം അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെ. പോലീസിന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ ഘട്ടം വരെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കാരണം ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി വരികയാണ്. അയാൾ ഒരു സാധാരണ സംസ്കാര ചടങ്ങിൽ നിൽക്കുന്നത് പോലെ പെരുമാറുകയും അവിടെ ഇത്തരം തന്റെ കള്ളം പിടിക്കപ്പെട്ടു എന്നറിയാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യും. വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഇന്നലെ അയാൾ പറഞ്ഞിരുന്നത് കാട്ടാന ആക്രമണമാണ് എന്നുള്ളതാണ്. കാരണം ഇത് കാട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. തോട്ടാപുരയ്ക്ക് സമീപം മീൻമുട്ടി എന്ന് പറയുന്ന വനമേഖലയിലാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ദൃക്സാക്ഷികൾ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകിയത്.